തിരുവനന്തപുരം തിരുവല്ലം ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത്. ടോട്ടലായിട്ട് 17 സെന്റിൽ 9,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു കമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ഇതാ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് തിരുവല്ലം ജംഗ്ഷനിൽ നിന്ന് കൈമന അല്ലെങ്കിൽ കരിമം പോകുന്ന റോഡ് ഏകദേശം 800 മീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പിന് നേരെ എതിർവശം കാണുന്ന പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ശരിക്കും വിൽപ്പനയ്ക്കല്ല, നമുക്ക് വാടകയ്ക്കാണ് നൽകാനുള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ തന്നെ ഈ പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം ഇപ്പം നിലവിൽ നമുക്ക് താഴത്തെ സെല്ലാർ പോർഷനും ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും വർക്ക് തീർത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ടൈപ്പ് ബിസിനസ്സിന് വേണ്ടി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനകത്തുള്ള ആൾട്രേഷൻ വർക്കും കാര്യങ്ങളും ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്ത് നമുക്ക് നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴേ നമ്മൾ ഈ പ്രോപ്പർട്ടി വീഡിയോയിൽ കാണിക്കുന്നത്. താഴത്തെ ഫ്ലോറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ല, നിങ്ങൾക്ക് മേളത്തെ നിലയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്ക് നമുക്കൊരു 6 മാസത്തിനകത്ത് പണി തീർന്ന് നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യം, ഇത് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ടോട്ടലായിട്ട് 3 നില കെട്ടിടമാണ് വരുന്നത്. ടോട്ടൽ 9,000 സ്ക്വയർ ഫീറ്റ് വരും. നിലവിൽ നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാർപ്പറ്റ് ഏരിയ വരുമ്പോൾ 2,300 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാർപ്പറ്റ് ഏരിയ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കൊക്കെ വരുമ്പോൾ ഏരിയ കൂടുതൽ വരുന്നുണ്ടാവും, കാരണം അവിടെ ആ ഒരു ഫ്രണ്ടേജ് കുറച്ചുകൂടെ കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് നമുക്കൊരു കവർ ചെയ്ത് ഇവിടെ ഒരു ഷട്ടർ കൊടുത്ത് ഈ പ്രോപ്പർട്ടിയെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് ഏകദേശം 4.5 സെൻറ്റോളം സ്ഥലം ബാക്കിലോട്ട് കിടപ്പുണ്ട്. ആ ഭാഗം മുൻവശത്ത് കാണുന്ന സ്ഥലം, അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ താഴെ വരുന്ന സെല്ലാർ പോർഷൻ, അവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർ പാർക്കിംഗ് ഒരുക്കാം. ഇങ്ങനെ വെച്ചാൽ താഴത്തെ കവേർഡ് സ്പേസിൽ തന്നെ 10ഓളം കാറുകൾ പാർക്ക് ചെയ്യാം. ആ 4.5 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാം. ഈ സ്ഥലത്തും നമുക്ക് ഒത്തിരിയധികം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ ഇപ്പോൾ നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനമായാലും ഒരു സർക്കാർ ഓഫീസോ ഇനി അതല്ല ഒരു ബാങ്കോ അങ്ങനെ തുടങ്ങിയ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങളായാലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഷോപ്പ് ആണെങ്കിൽ തന്നെ, ഒരു സൂപ്പർ മാർക്കറ്റോ ഹാർഡ്വെയർ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെയും നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന റോഡിൽ നിന്ന് വിസിബിലിറ്റി ഉള്ള ഒരു ഷോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. താല്പര്യമുള്ളവർ നിങ്ങളെ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം. ഈ ഒരു കെട്ടിടത്തിൽ രാമേന്ദ്രനോ അല്ലെങ്കിൽ പോത്തീസോ പോലുള്ള ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കിഡിലൻ ലൊക്കേഷനാണ് കേട്ടോ. നമ്മുടെ ഈ കെട്ടിടത്തിന്റെ വർക്ക് ഫിനിഷ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ എലിവേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഓവർലേ ഞാൻ ഇതിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ മേജറായിട്ടുള്ള ഇവിടെ ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒത്തിരിയധികം സ്കൂൾസ്, അതുപോലെ തന്നെ കോളേജസ്, എയ്സ് കോളേജ്, MG കോളേജ്, അതുപോലെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ, ക്രൈസ്റ്റ് നഗർ കോളേജ് തുടങ്ങി ഒത്തിരിയധികം സ്ഥാപനങ്ങൾ നമുക്കൊരു 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, പിന്നെ നമുക്ക് CGO കോംപ്ലക്സ്, ഇങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം. അതിൻ്റെയൊക്കെയുള്ള ഡിസ്റ്റൻസും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ലോങ് ടേമിലേക്ക് എടുക്കുകയാണോ ആ കാര്യങ്ങളൊക്കെ വെച്ച് ഓണറിനോട് സംസാരിക്കാവുന്നതാണ്. എന്നിട്ടൊരു ഫൈനൽ റെൻറ്റിലേക്ക് നിങ്ങൾക്ക് എഗ്രി ചെയ്തെടുക്കാം.